രാവിലത്തെ സർക്കിട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അമ്മ പറഞ്ഞു എന്നാൽ നമുക്ക് ആൻറ്റിയുടെ വീട്ട് വരെ പോയാലോ എന്ന്. മിനിമോളുടെ അടിക്കൽ, അതായത് ലൂക്കിൻ്റെ ആൻറ്റി അമ്മ. അങ്ങനെ കുഞ്ഞമ്മയുടെ വീട്ടിൽ ചെന്നു. അവിടെ ദേ നല്ല ചിക്കൻ കറിയും ഫ്രഷ് മാവിന്ന് പറിച്ച മാങ്ങാച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമത്തിൻ്റെ കട പോലെ ഇവിടുത്തെ മോഡേൺ സൂപ്പർ മാർക്കറ്റ്, അതായത് ബാബുച്ചേട്ടൻ്റെ കടയിലൊന്ന് പോകണമല്ലോ. ശരിക്കും പറഞ്ഞാൽ അങ്കിൾ എപ്പോഴും കളിയാക്കും, 3-4 വയസ്സിൽ ഞങ്ങളുടെ ഇടയിലേക്ക് വന്ന് ഹണിമൂൺ കൊളാക്കാൻ തുടങ്ങിയതാണ് നീ. അന്ന് മുതൽ എന്നും എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഞാനിവിടെ ഉണ്ടാവും. എൻ്റെ നാട്ടിൽ എന്നെ അറിയാവുന്നതിനേക്കാൾ കൂടുതൽ ഈ നാട്ടുകാർക്ക് എന്നെ അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. അത് പിന്നെ അങ്ങനെയാണല്ലോ. ടിറ്റി ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടെയുള്ള എല്ലാവർക്കും അവളെ അറിയാവുന്നത് പോലെ എനിക്ക് ഈ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര പരിചയക്കാരാണ്. ഓക്കെ, ഇപ്പം ഞാൻ കുറച്ച് ഓഫ്ലൈൻ പ്രൊഫൈലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കറികളുടെയൊക്കെ ഒഫീഷ്യൽ ടെസ്റ്റർ ഞാനാണ് കേട്ടോ. ആര് പണ്ട് തൊട്ട് കറി ഉണ്ടാക്കിയാലും ഞാൻ നോക്കണം ഉപ്പും പുളിയും ഒക്കെ. അതൊരു അന്ധവിശ്വാസം.